ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി 2025 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കി ഭാഗമാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ 13th ക്വസ്റ്റ്യൻസ് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി മൂവ് ചെയ്യുന്നത് 14th ക്വസ്റ്റ്യനിലേക്കാണ്. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ സ്കോപ്പ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ബോത്ത് റാഡിക്കൽ ആൻഡ് ലിബറൽ ഫെമിനിസ്റ്റ് അപ്രോച്ചസ് ഇൻ അഡ്രസ്സിങ് ജെൻഡർ ഇൻഇക്വാലിറ്റീസ്? ജെൻഡർ ഇൻഇക്വാലിറ്റി അഡ്രസ്സ് ചെയ്യുന്നതിൽ റാഡിക്കൽ ആൻഡ് ലിബറൽ ഫെമിനിസ്റ്റ് അപ്രോച്ചസിൻ്റെ സ്കോപ്പ് എന്താണ്, ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളതാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഇത് യൂണിറ്റ് 1 ഫെമിനിസത്തിൻ്റെ രണ്ട് ശാഖകൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ലിബറൽ ഫെമിനിസവും മറ്റൊന്ന് റാഡിക്കൽ ഫെമിനിസവും. അപ്പോൾ ഈ രണ്ട് അപ്രോച്ചസിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലിബറൽ ഫെമിനിസം ആൻഡ് റാഡിക്കൽ ഫെമിനിസം ഇത് രണ്ടും 2 മേജർ അപ്രോച്ചസ് ആണ്. ഇത് അഡ്രസ്സ് ചെയ്യുന്നത് ജെൻഡർ ഇൻഇക്വാലിറ്റിയെ തന്നെയാണ്. പക്ഷേ ഇവരുടെ ഒരു ഡിഫറൻസ് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ അവരുടെ മെത്തേഡ്സിലും അതുപോലെ തന്നെ അവരുടെ സ്കോപ്പിലുമാണ്. അപ്പോൾ ആദ്യം എന്താണ് ലിബറൽ ഫെമിനിസം എന്ന് നോക്കാം. അപ്പോൾ ലിബറൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത് ഇക്വാലിറ്റി അച്ചീവ് ചെയ്യുന്നതിൽ തന്നെയാണ്, അതായത് സമത്വം അച്ചീവ് ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഫോക്കസ്. പക്ഷെ അതെന്തിലൂടെയാണ്? ത്രൂ ലീഗൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ്, അതായത് നിയമപരമായിട്ടും പോളിസി മേക്കിങ്ങിലൂടെയൊക്കെയാണ് ഇവർ ഇക്വാലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് നോക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്കോപ്പിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈക്വൽ റൈറ്റ്സ് വരുന്നുണ്ട്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ, ഇത്രയും ഇതിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്നുണ്ട്. ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പോഴത്തെ നിലവിലുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ലിബറൽ ഫെമിനിസം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് അഡ്വക്കേറ്റ് ചെയ്യുന്നത് പുതിയ നിയമങ്ങൾ കൊണ്ടുവരാനായിട്ടാണ്. അതായത് ഈക്വൽ പേ വരണം, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ പോളിസീസ് വരണം, അതുപോലെ തന്നെ വുമൻസ് റൈറ്റ്സ് ലെജിസ്ലേഷൻ വരണം എന്നുള്ളതൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അപ്പോൾ പോളിസീസ് എൻഷുറിങ് ഈക്വൽ എഡ്യൂക്കേഷൻ ഫോർ ഗേൾസിനും തുല്യ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലിബറൽ ഫെമിനിസ്റ്റ് ഐഡിയ ആണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിൾ ആണ് എന്ന് പറയാം. അപ്പോൾ മേരി വൂൾസ്റ്റോൺക്രാഫ്റ്റ് പറയുന്ന പോലെ തന്നെ, ഹു വാസ് എ ഫെമിനിസ്റ്റ്, ഐ ഡു നോട്ട് വിഷ് വുമൻ ടു ഹാവ് പവർ ഓവർ മെൻ ബട്ട് ഓവർ ദെംസെൽസ്. അതായത് പുരുഷന്മാരുടെ മേലൊരു ആധിപത്യം എന്നുള്ളതല്ല, പവർ ഓവർ ദെംസെൽസ്, സ്വയം ഒരു ആധിപത്യം, സ്വയം ഒരു പവർഫുൾ ആയിരിക്കുക, സ്വന്തം മേലെ ഒരു പവർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്നത് ലിബറൽ ഫെമിനിസം എംഫസൈസ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് ഇക്വാലിറ്റി ആണ്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഫോംസ് കൊണ്ടുവരിക, ഈക്വൽ റൈറ്റ്സ്, എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ പേ, ആൻറ്റി ഡിസ്ക്രിമിനേഷൻ പോളിസീസ്, കൂടുതലായിട്ടും ലോ ആൻഡ് പോളിസി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലിബറൽ ഫെമിനിസം. അപ്പോൾ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, often does not challenge deep-rooted social structures like patriarchy. അതായത് ലിബറൽ ഫെമിനിസം ഈ പാട്രിയാർക്കി പോലെയുള്ള ഡീപ്പ് റൂട്ടഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സിനെ ചലഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവർ എന്തുകൊണ്ടത് ചെയ്യുന്നില്ല എന്ന് നോക്കുകയാണെങ്കിൽ, ഇറ്റ് അസ്യൂംസ് ദാറ്റ് റീഫോമിംഗ് ലോസ് ഈസ് സഫീഷ്യൻറ്റ്. അതായത് പര്യാപ്തമായ നിയമ പരിരക്ഷകൾ വരികയാണെങ്കിൽ അത് സഫീഷ്യൻ്റ് ആണ്. പക്ഷേ യാഥാർത്ഥ്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിയാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ, കൾച്ചറൽ നോംസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് കണ്ടിന്യൂ ടു ക്രിയേറ്റ് ഇൻഇക്വാലിറ്റി ഇവൺ വെൻ ലീഗൽ ഇക്വാലിറ്റി എക്സിസ്റ്റ്. അതായത് ലീഗൽ ഇക്വാലിറ്റി നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലും സാമൂഹ്യപരമായിട്ടും കൾച്ചർപരമായിട്ടുള്ള നോംസും ആറ്റിറ്റ്യൂഡ്സും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ പല അസമത്വങ്ങളും ക്രിയേറ്റ് ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഓൺ ദി അതർ ഹാൻഡ് റാഡിക്കൽ ഫെമിനിസം ഫോക്കസ് ചെയ്യുന്നത് എൻ്റയർ പാട്രിയാർക്കൽ സിസ്റ്റം, വുമണിനെ ഒപ്രസ് ചെയ്യുന്ന, അവരെ അടിച്ചമർത്തുന്ന ആ ഒരു എൻ്റയർ പാട്രിയാർക്കൽ സിസ്റ്റത്തിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സ്കോപ്പിൽ വരുന്നത് അഡ്രസ്സിങ് ഇഷ്യൂസ് ലൈക്ക് പാട്രിയാർക്കി, ജെൻഡർ ബേസ്ഡ് വയലൻസ്, കൺട്രോൾ ഓവർ വുമൻസ് ബോഡീസ് ആൻഡ് പവർ റിലേഷൻസ്. ഇതൊക്കെ ഇതിൻ്റെ ഒരു സ്കോപ്പിൽ വരുന്നതാണ് റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ. റാഡിക്കൽ ഫെമിനിസ്റ്റുകൾ ആർഗ്യൂ എന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഡീപ്ലി എംബഡഡ്, നമ്മുടെ സൊസൈറ്റിയിൽ വേരിറങ്ങിയ അല്ലെങ്കിൽ വേരൂന്നിയിട്ടുള്ള ഒന്നാണ് ഇൻഇക്വാലിറ്റി അല്ലെങ്കിൽ അസമത്വം എന്ന് പറയുന്നത്. അത് കേവലം കുറേ ലോസ് നിർമ്മിച്ചത് കൊണ്ട് മാത്രം അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അതായത് മൂവ്മെൻറ്റ്സ് എഗെയിൻസ്റ്റ് ഡൊമസ്റ്റിക് വയലൻസ്, സെക്ഷൽ ഹരാസ്മെൻ്റ് ഒക്കെ ഈ റാഡിക്കൽ ഫെമിനിസ്റ്റ് ഐഡിയോളജീനെ എക്സ്പ്രസ് ചെയ്യുന്നതാണ്. കെയ്റ്റ് മില്ലറ്റ് പറയുന്നത് പോലെ തന്നെ, പാട്രിയാർക്കീസ് ചീഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ ഫാമിലി. അതായത് പാട്രിയാർക്കിയുടെ തുടക്കം അല്ലെങ്കിൽ അതിനെ വ്യാപിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതിനെ പ്രചരിപ്പിക്കുന്നത് എന്ത് തന്നെയാണ്? അത് കുടുംബം തന്നെയാണ്. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണ് പുരുഷാധിപത്യം തുടങ്ങുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചീഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫാമിലിയാണ്.
ഇനി റാഡിക്കൽ ഫെമിനിസത്തിൻ്റെ ലിമിറ്റേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് ടു എക്സ്ട്രീമായിട്ട് തോന്നാം, ഇംപ്രാക്ടിക്കലായിട്ട് തോന്നാം. കാരണം ഇത് കോൾ ഫോർ ചെയ്യുന്നത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ചേഞ്ചിനെയാണ്. അപ്പോൾ അത് എപ്പോഴും പ്രാക്ടിക്കൽ ആൻഡ് ഇമ്മീഡിയറ്റ് സൊല്യൂഷൻസ് നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തരണമെന്നില്ല. അതുപോലെ തന്നെ ക്ലാസ്, റേസ്, കൾച്ചർ ഇത് ബേസ് ചെയ്തിട്ടും സ്ത്രീകൾക്ക് ഒരുപാട് ഡിഫറൻസസ് ഉണ്ട്. അതിനെയൊക്കെ ഒരു പക്ഷേ അത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ ഒരു ലിമിറ്റേഷനാണ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ലിബറൽ ഫെമിനിസം പ്രാക്ടിക്കൽ റിഫോംസും ലീഗൽ ഇക്വാലിറ്റിയും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. റാഡിക്കൽ ഫെമിനിസം അഡ്രസ്സ് ചെയ്യുന്നത് റൂട്ട് കോസസ് ഓഫ് ഒപ്രഷനെയാണ്. അപ്പോൾ രണ്ടിനും അതിൻ്റേതായ സ്ട്രെങ്ത് ഉണ്ട്, ലിമിറ്റേഷൻ ഉണ്ട്. നമുക്ക് വേണ്ടത് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് അപ്രോച്ചസ് ആണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് ജെൻഡർ ഇൻഇക്വാലിറ്റിയെ എഫക്റ്റീവായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അടുത്തത് എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ അഡ്രസ്സിങ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഇന്ത്യ. അതായത് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എന്താണ്? സ്ത്രീകൾ ഇന്ത്യയിൽ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, അതിനെങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ നമുക്കറിയാം, ഇറ്റ് പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ അഡ്രസ്സിങ് ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഇന്ത്യ. അത് എന്തിലൂടെയൊക്കെയാണ് അത് അഡ്രസ്സ് ചെയ്യുന്നതെന്ന് നോക്കുകയാണെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, എംപവർമെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സോഷ്യൽ ചേഞ്ചിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആദ്യം നമുക്ക് തരുന്നത് നോളേജ് ആൻഡ് അവയർനെസ് ആണ്. അതിലൂടെ സ്ത്രീകൾക്ക് എനാബിൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ്. ദി അണ്ടർസ്റ്റാൻഡ് ദി റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അവർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ട്, അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്താണ്. ഇത് അവരെ എന്തിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു? ഡിസ്ക്രിമിനേഷൻ, വയലൻസ് ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസ്. സോ സാവിത്രിഭായ് ഫുലെ പറഞ്ഞ പോലെ അവൈക്ക്, അറൈസ് ആൻഡ് എഡ്യൂക്കേറ്റ്, സ്മാഷ് ട്രഡീഷൻസ്, ലിബറേറ്റ് എന്നാണ് സാവിത്രിഭായ് ഫുലെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്വയം ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സ്വയം ലിബറേറ്റ് ആവുക, ഇപ്പോഴത്തെ ട്രഡീഷൻസിനെ തച്ചുടയ്ക്കുക എന്നാണ് അവർ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സെക്കൻഡ്ലി, എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് എക്കണോമിക് ഇൻഡിപെൻഡൻസ്. അതായത് പലപ്പോഴും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വുമണിന് സ്വന്തമായിട്ട് ഒരു ബെറ്റർ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ ഇൻകം ഏൺ ചെയ്യാനുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, ഫാമിലിയിലേക്കാണെങ്കിലും സൊസൈറ്റിയിലേക്കാണെങ്കിലും. അപ്പോൾ ഇതിലൂടെ അവർക്ക് എക്കണോമിക്കലി ഇൻഡിപെൻഡൻ്റ് ആവാൻ പറ്റും. അപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാ വർഷവും സ്കൂളിംഗ് ഇൻക്രീസ് ചെയ്യുന്നതോടെ, സ്കൂളിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇൻക്രീസ് ചെയ്യുന്നതിനോട് കൂടെ തന്നെ സ്ത്രീകൾക്ക് അവരുടെ ഏർണിംഗ് പൊട്ടൻഷ്യലും സിഗ്നിഫിക്കൻ്റ്ലി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അവരെ പോവർട്ടി റിഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഓൾസോ ഹെൽപ്സ് ഇൻ റിഡ്യൂസിങ് സോഷ്യൽ പ്രോബ്ലംസിനെ റിഡ്യൂസ് ചെയ്യുന്നതിന് എഡ്യൂക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചൈൽഡ് മാരേജ്, ജെൻഡർ ബേസ്ഡ് വയലൻസ് ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. എഡ്യൂക്കേറ്റഡ് വുമൺ ആർ മോർ ലൈക്ലി ടു മാരി ലേറ്റർ. അതുപോലെ തന്നെ എഡ്യൂക്കേറ്റഡ് വുമണിന് ചൈൽഡ് മാരേജ് ഒന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ വരില്ല. അപ്പോൾ അവർ കുറച്ച് ലേറ്റായിട്ടായിരിക്കും വിവാഹം പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഹെൽത്തി ഡിസിഷൻസ് മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബെറ്റർ എഡ്യൂക്കേഷൻ ഫോർ ദെയർ ചിൽഡ്രനും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലിറ്ററസി എമംഗ് വുമൺ എന്ന് പറയുന്നത് പലപ്പോഴും ലോ മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, അതായത് ശിശുമരണ നിരക്ക് കുറയ്ക്കാനൊക്കെ ആയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫർദർമോർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട്സ് ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് by changing mindsets and challenging traditional stereotypes. സ്കൂൾസിന് അവയർനെസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അബൌട്ട് ഈക്വൽ റൈറ്റ്സ്, റെസ്പെക്റ്റ് ആൻഡ് ഡിഗ്നിറ്റി. അത് ബോയ്സ് ആൻഡ് ഗേൾസിന് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ പല ഇനീഷ്യേറ്റീവ്സും ഉണ്ട്, ലൈക്ക് ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ. ഇതെല്ലാം ഗേൾസ് എഡ്യൂക്കേഷൻ ആൻഡ് സർവൈവൽ ഇൻ ഇന്ത്യയെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ പ്രോഗ്രാംസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ത്രൂ എഡ്യൂക്കേഷൻ നമുക്ക് സ്ത്രീകളെ എത്രത്തോളം ശാക്തീകരിക്കാൻ പറ്റും എന്നുള്ളത്. എഡ്യൂക്കേഷൻ ഓൾസോ എൻകറേജസ് പൊളിറ്റിക്കൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ലീഡർഷിപ്പ് അമംഗ് വുമൺ. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലൊക്കെ അവർക്ക് ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റും. നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന പല ചലഞ്ചസും ലൈക്ക് പോവേർട്ടി, ദാരിദ്ര്യം, കൾച്ചറൽ ബാരിയേഴ്സ്, അതുപോലെ തന്നെ ലാക്ക് ഓഫ് ആസസ്, ഇതെല്ലാം ഗേൾസിൻ്റെ എഡ്യൂക്കേഷനെ ബാധിക്കുന്നുണ്ട്. ഈ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്നതും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കും.
അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പവർഫുൾ ടൂൾ. അതിലൂടെ നമുക്ക് സ്ത്രീകളെ എംപവർ ചെയ്യാൻ പറ്റും, ഇൻഇക്വാലിറ്റീസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, സോഷ്യൽ പ്രോഗ്രസിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും, മേക്കിംഗ് ഇറ്റ് എസെൻഷ്യൽ ഫോർ അഡ്രസ്സിങ് ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ വുമൺ ഇൻ ഇന്ത്യ. അതുകൊണ്ട് വളരെ അത്യാവശ്യമാണ് ഇന്ത്യയിലെ സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആൻഡ് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ടൂളാണ്. 16th question. How do online media platforms perpetuate gender stereotypes and discrimination against women? പെർപ്പച്വേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഇത്തരത്തിലുള്ള ജെൻഡർ സ്റ്റീരിയോടൈപ്സും അതുപോലെ സ്ത്രീകളോടുള്ള വേർതിരിവ് എങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് സ്പ്രെഡ് ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസ് ദേ പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അതായത് പൊതുജനങ്ങളുടെ അഭിപ്രായ രൂപീകരണത്തിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു റോൾ ഓൺലൈൻ മീഡിയയ്ക്ക് പ്ലേ ചെയ്യാനുണ്ട്. പക്ഷേ പലപ്പോഴും അവരെന്തും കൂടെ ചെയ്യുന്നുണ്ട്, ദി ഓഫൺ പെർപ്പച്വേറ്റ് ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് വുമൺ. സ്ത്രീകൾക്കെതിരായിട്ടുള്ള സാമൂഹികപരമായിട്ടുള്ള വേർതിരിവാണെങ്കിലും അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോടൈപ്സ് ഒക്കെ ആണെങ്കിലും അത് സ്പ്രെഡ് ചെയ്യാനും ഈ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. One major way is through representation and portrayal. Women are often shown in limited and stereotypical roles, such as focusing on appearance, beauty, or domestic responsibilities. അതായത് ഒന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് അവരെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, അവരെങ്ങനെ ചിത്രീകരിക്കുന്നു, പോർട്രേ ചെയ്യുന്നു എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ പലപ്പോഴും സ്ത്രീകളെ പല സ്റ്റീരിയോടിപ്പിക്കൽ റോൾസിലേക്കും ലിമിറ്റഡ് റോൾസിലേക്കും ഒക്കെ മാറ്റുന്നുണ്ട്. അതായത് അവരുടെ അപ്പിയറൻസ്, ബ്യൂട്ടി, ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് റീഇൻഫോഴ്സ് ചെയ്യുന്ന ഐഡിയ എന്താണെന്ന് പറഞ്ഞാൽ വുമൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ലൈസ് ഇൻ ദെയർ ലുക്സ് റാദർ ദാൻ എബിലിറ്റീസ്. അവരുടെ കഴിവുകളെക്കാളും കൂടുതലായിട്ട് ഒരു വുമണിൻ്റെ വാല്യൂ അവളുടെ ലുക്കിലാണ് എന്നുള്ള ആ ഒരു ചിന്താഗതി ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. മറ്റൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒബ്ജക്റ്റിഫിക്കേഷൻ ആൻഡ് സെക്ഷലൈസേഷൻസ് ആണ്. അപ്പോൾ പല അഡ്വർടൈസ്മെൻറ്റും വീഡിയോസും പോസ്റ്റേഴ്സും ഒക്കെ സ്ത്രീകളെ ഒബ്ജക്ട്സ് ഫോർ ദി മെയിൽ ഗേസ് എന്ന് പറയും. വെറും ഒരു നോക്കി കാണാനുള്ള അല്ലെങ്കിൽ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിലേക്കൊക്കെ ഇത് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ പല സ്ത്രീകളുടെയും സെൽഫ് എസ്റ്റീമിനെ ഇത് ബാധിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഫിൽറ്റേഴ്സും എഡിറ്റഡ് ഇമേജസും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമല്ലേ, അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ പ്രഷറൈസ് ചെയ്യണം ടു ലുക്ക് പെർഫെക്റ്റ്, നമ്മൾ പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ഒപ്പം എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ഫിൽറ്റേഴ്സും എഡിറ്റഡ് ഇമേജസും യൂസ് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള ആളുകളും ഫോഴ്സ്ഡ് ആവുകയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ടു സൈബർ ഹാരാസ്മെൻറ്റ് ആൻഡ് ട്രോളിങ്. വുമൺ എസ്പെഷ്യലി ദ പബ്ലിക് ഫിഗേഴ്സ് അവർ പലപ്പോഴും അബ്യൂസീവ് ആയിട്ടുള്ള കമൻസും ത്രെഡ്സും ബുള്ളിങ്ങും ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരാണ്. അപ്പോൾ പല റിപ്പോർട്ടുകളും പ്രകാരം വുമണിനാണ് കൂടുതലായിട്ടും ഓൺലൈൻ ഹറാസ്മെൻറ്റ് നേരിടേണ്ടി വരുന്നത് ബിക്കോസ് ഓഫ് ദെയർ ജെൻഡർ, ദാറ്റ്സ് റിലേറ്റഡ് ടു ദെയർ ജെൻഡർ. ഇനി അലോഗരിതംസും കണ്ടന്റ് പ്രൊമോഷൻസും ഒക്കെ ഈ ബയസിനെയും സ്റ്റീരിയോടൈപ്സിനെയും പലപ്പോഴും റീഇൻഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ കണ്ടന്റ് ദാറ്റ് ഫോളോസ് ട്രഡീഷണൽ നോംസ് ഓഫൺ ഗെറ്റ്സ് മോർ വിസിബിലിറ്റി. അതായത് കൂടുതലായിട്ട് ഈ ട്രഡീഷണൽ രീതികളെയൊക്കെ ഫോളോ ചെയ്യുന്ന കണ്ടന്റ് ആണെങ്കിൽ അതിന് കൂടുതൽ വിസിബിലിറ്റി കിട്ടുകയും അതിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുന്ന എംപവറിംഗ് ആയിട്ടുള്ള റെപ്രസെൻറ്റേഷനെ അത്രയധികം പ്രൊമോട്ട് ചെയ്യപ്പെടുകയുമില്ല. അപ്പം അതിനൊരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഫീമെയിൽ ജേർണലിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ ജെൻഡേർഡ് അബ്യൂസ് ഓൺലൈൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ വ്യൂസ് അവർക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അവരെ അവിടെ നിന്ന് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. അപ്പം മലാല യൂസഫായി പറഞ്ഞ പോലെ വി കനോട്ട് ഓൾ സക്സീഡ് വെൻ ഹാഫ് ഓഫ് us ആർ ഹെൽഡ് ബാക്ക്. അതായത് നമുക്കെല്ലാവർക്കും, അതായത് നമ്മൾ ആസ് എ സമൂഹം മുൻപിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ അത് വിത്തൗട്ട് ജെൻഡർ ഫോക്കസ്ഡ് അല്ലാതെ എവറി വൺ should have been able to do that equally എന്നുള്ളതാണ്. പക്ഷേ സ്ത്രീകൾ പുറകിൽ തന്നെയാണ്, ഒരു വിഭാഗം പുരുഷന്മാർ മാത്രമാണ് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് അർത്ഥം നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആണ് എന്നുള്ളതല്ല എന്നാണ് അവിടെ പറയുന്നത്. അഡീഷണലി ഓൺലൈൻ മീഡിയ ക്യാൻ സ്പ്രെഡ് മിസ്ഇൻഫർമേഷൻ, സ്പ്രെഡ് ചെയ്യാം ഹാംഫുൾ നറേറ്റീവ്സ് അബൌട്ട് വുമൺ. അപ്പോൾ പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ, ഇൻഇക്വാലിറ്റിയും വരാം. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതേ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിനെ തന്നെ നമുക്ക് ഈ സ്റ്റീരിയോടൈപ്സിനെ ചലഞ്ച് ചെയ്യാനും ജെൻഡർ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യാനും അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും പോസിറ്റീവ് റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കാം. അപ്പോൾ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓൺലൈൻ മീഡിയ പ്ലാറ്റ്ഫോംസ്
perpetuate gender stereotypes through biased representation, objectification, harassment, algorithmic bias, and also it is essential to promote responsible and inclusive digital practices. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും എസ്സേ ക്വസ്റ്റ്യൻ ആണ്. ഇതിലേതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഇത് രണ്ടും ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എസ്സേ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് വരുന്നത് 17th, എക്സാമിൻ ഹൗ ദ സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇവോൾവ് ഇൻ ഏൻഷ്യൻ മിഡീവൽ ആൻഡ് കൊളോണിയൽ സൊസൈറ്റീസ്. അതായത് കൊളോണിയൽ മിഡീവൽ ആൻഡ് ഏൻഷ്യൻ സൊസൈറ്റീസിൽ എങ്ങനെയായിരുന്നു സ്ത്രീകളുടെ ഒരു പൊസിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദ സ്റ്റേറ്റസ് ഓഫ് വുമൺ എന്ന് പറയുന്നത് it has undergone significant changes across ancient, medieval and colonial societies. അതായത് ഇപ്പോൾ ഏൻഷ്യൻ സൊസൈറ്റിയിലാണെങ്കിലും മിഡീവൽ ആൻഡ് കൊളോണിയൽ സൊസൈറ്റീസിലാണെങ്കിലും ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതിനെ കൾച്ചറൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്, റിലീജിയസ്, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. Okay. While certain periods offered women relative freedom and respect, others imposed restrictions and reinforced patriarchal control. അതായത് ചില പീരീഡ്സിൽ കമ്പാരിറ്റീവ്ലി അവർക്ക് ഫ്രീഡം കിട്ടിയിട്ടുണ്ട്, റെസ്പെക്റ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും പാട്രിയാർക്കൽ കൺട്രോള് പലപ്പോഴും റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട്, റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണാം. അപ്പോൾ ഈ ഒരു എവല്യൂഷൻ മനസ്സിലാക്കുന്നതിലൂടെ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി, അതുപോലെ തന്നെ ഈ വുമൺ റൈറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഓൺഗോയിങ് സ്ട്രഗിൾ, ഇതിനെക്കുറിച്ചൊക്കെ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏൻഷ്യൻ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ കാര്യം പറയുകയാണെങ്കിൽ വേദിക് പീരീഡ് അറൗണ്ട് 15,000 to 10,000 BC-യിൽ വുമൺ വളരെ കമ്പാരിറ്റീവ്ലി ഒരു ഹൈ സ്റ്റേറ്റസ് തന്നെയാണ് എൻജോയ് ചെയ്തിരുന്നത്. അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയിരുന്നു, റിലീജിയസ് റിച്വൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു, ആൻഡ് ദേ വർ ഓൾസോ റെസ്പെക്റ്റഡ് വിത്തിൻ ദ ഫാമിലി ആൻഡ് സൊസൈറ്റി. ഇപ്പോൾ വുമൺ സ്കോളേഴ്സ് ലൈക്ക് ഖാർഗി, വച്ചക്നവി ആൻഡ് മൈത്രേയി are often cited as the examples of intellectual participation. അപ്പോൾ ഇവരൊക്കെ അതിനൊരു എക്സാമ്പിളായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പീരീഡിൽ നിന്ന് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വുമണിന് അവരുടെ പാർട്ട്നേഴ്സിനെ ചൂസ് ചെയ്യാനുള്ളൊരു ക്യാപ്പബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു അധികാരം അവർക്കുണ്ടായിരുന്നു, സ്വയംവര തുടങ്ങിയുള്ള പ്രാക്ടീസിലൂടെ. അതുപോലെ തന്നെ വിഡോ റീമാരേജ് ഒക്കെ പെർമിറ്റഡ് ആയിരുന്നു. ഒരു ഫേമസ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന പോലെ പെർ വുമൺ ആർ ഓണേർഡ് ദർ ദ ഗോഡ്സ് റിജോയ്സ്. അതായത് സ്ത്രീകളെ പൂജിക്കപ്പെടുന്നവിടെ അല്ലെങ്കിൽ സ്ത്രീകളെ റെസ്പെക്റ്റ് ചെയ്യുന്നവിടെ ദൈവം സന്തോഷിക്കുന്നു എന്നുള്ളതാണ്. അത് ആ സമയത്ത് സ്ത്രീകളിൽ പ്ലേസ് ചെയ്തിരുന്ന കൾച്ചറൽ വാല്യൂവിനെയാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇനി ലേറ്റർ വേദിക് പീരീഡിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റേറ്റസ് ഓഫ് വുമൺ ഇറ്റ് ബിഗൺ ടു ഡിക്ലൈൻ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് അതിനൊരു കുറവ് സംഭവിക്കുകയാണ്. അതായത് അവിടെ പാട്രിയാർക്കൽ നോംസും റിജിഡ് സോഷ്യൽ സ്ട്രക്ചേഴ്സും ഒക്കെ കുറച്ചും കൂടെ ഒരു പ്രോമിനൻ്റ് ആയി വരികയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കുന്നു? അവർക്ക് എഡ്യൂക്കേഷനെ അസസ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രോപ്പർട്ടി റൈറ്റ്സ് അവർക്ക് നഷ്ടപ്പെടുന്നു, ചൈൽഡ് മാരേജ് തുടങ്ങിയ പ്രാക്ടീസസ് എമേർജ് ചെയ്യുന്നു. അങ്ങനെ അവരുടെ റോൾ എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് റെസ്പോൺസിബിലിറ്റീസിലേക്ക് മാത്രമായി ഒതുക്കപ്പെടുന്നു. അങ്ങനെ ഇവിടെ ഒരു റിലേറ്റീവ്ലി ഒരു ഫ്ലെക്സിബിൾ സൊസൈറ്റിയിൽ നിന്നും ഒരു മെയിൽ ഡോമിനേറ്റഡ് സിസ്റ്റത്തിലേക്ക് സമൂഹം മാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ തന്നെയാണ് ഈ ജെൻഡർ ഇൻഇക്വാലിറ്റി തുടങ്ങിയിരിക്കുന്നതെന്നും നമുക്ക് പറയാം. ഇതിൻ്റെ ഒരു ബിഗിനിങ് മാർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മിഡീവൽ പീരീഡിലേക്ക് വരുമ്പോൾ സ്ത്രീകളുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു ഇൻ മെനി പാർട്സ് ഓഫ് ഇന്ത്യ ആൻഡ് ദ വേൾഡ്. ഇവിടെ പാട്രിയാർക്കി, ഫ്യൂഡൽ സിസ്റ്റം, റിലീജിയസ് ഓർത്തഡോക്സി ഒക്കെ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അതിന് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്തത്. വുമൻ്റെ മൊബിലിറ്റി അതുപോലെ തന്നെ ഫ്രീഡം ഒക്കെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പർദ്ദ, അതായത് സെക്ലൂഷൻ ഓഫ് വുമൺ തുടങ്ങിയ പ്രാക്ടീസ്, സതി അത് തുടങ്ങിയ പ്രാക്ടീസ്, ചൈൽഡ് മാരേജ്, ഇതൊക്കെ കൂടുതൽ പ്രോമിനൻ്റ് ആയി വരികയാണ്. അങ്ങനെ സ്ത്രീകൾ കംപ്ലീറ്റ്ലി ഒരു പബ്ലിക് ലൈഫിൽ നിന്നും എഡ്യൂക്കേഷനിൽ നിന്നും എക്സ്ക്ലൂഡഡ് ആവുന്നതായിട്ട് നമുക്ക് കാണാം. ഇനി മിഡീവൽ പീരീഡിൽ ഇറ്റ് ഓൾസോ വിറ്റ്നസ്ഡ് എ ഡിക്ലൈൻ ഇൻ വുമൻസ് ലീഗൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സ്. ലീഗൽ ആൻഡ് എക്കണോമിക് റൈറ്റ്സിലൊരു ഡിക്ലൈൻ വരുന്നുണ്ട്. And they had little control over property, were dependent on male family members. അവരുടെ സ്വത്തിന് കാര്യമായ അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല, അത് കംപ്ലീറ്റ് ആയിട്ട് മെയിൽ മെമ്പേഴ്സിനായിരുന്നു. സോഷ്യൽ കസ്റ്റംസ് ഒക്കെ റീഎൻഫോഴ്സ് ചെയ്തിരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ വുമൺ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ആണ്, അവർ പുരുഷന് താഴെ നിൽക്കേണ്ടവരാണ്, കീഴ്പ്പെട്ട് ജീവിക്കേണ്ടവരാണ്, ഡിപ്പെൻഡൻ്റ് ആണ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എല്ലാ വുമണും പാസീവ് വിക്ടിംസ് ആയിട്ട് ഈ പറഞ്ഞ രീതികളെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരല്ല. റാസിയ സുൽത്താന, ഹു റൂൾഡ് ദ ഡൽഹി സുൽത്താനേറ്റ്, മീരാഭായ് വാസ് എ ഭക്തി പോയറ്റ്, ഇവരെല്ലാം തന്നെ ഈ ട്രഡീഷണൽ നോംസിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്തി സൂഫി മൂവ്മെൻറ്റ്സും ഈ സ്പിരിച്വൽ ഇക്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള റിജിഡ് സോഷ്യൽ ഹൈറാർക്കീസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനൊക്കെ
ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് ഒരു വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോമൺലി പറയുന്ന ഒരു കാര്യം, വുമൺ വർ ഐഡിയലൈസ്ഡ് ആസ് ഗോഡസസ് ബട്ട് വർ ട്രീറ്റഡ് ആസ് ഡിപ്പെൻഡൻസ്. ഇപ്പോഴും നമുക്ക് ഇന്ത്യയുടെ പല ഭാഗത്തും ഇങ്ങനെ തന്നെ കാണാം അല്ലേ, ദൈവമായിട്ട് സങ്കല്പിക്കുന്നുണ്ട്, പക്ഷേ അത്തരത്തിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നില്ല അവർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ എന്തായിരുന്നു ആ സിംബോളിക് റെസ്പെക്റ്റും ആക്ച്വൽ സബോർഡിനേഷനും, അതായത് ദൈവമായി കാണണം, കന്യാപൂജ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ശരിക്കും സ്ത്രീകളെ അത്തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ഒരു രീതിയിൽ കാണാം. ഇനി കൊളോണിയൽ പീരീഡ് എന്ന് പറയുന്നത് 18 to early 20th century ആണ്. ഇവിടെ ഒരു ടേണിംഗ് പോയിന്റ് നടക്കുന്നുണ്ട് ഇൻ ദ സ്റ്റേറ്റസ് ഓഫ് വുമൺ, എസ്പെഷ്യലി ഇൻ ഇന്ത്യ. അപ്പോൾ കൊളോണിയൽ റൂളിലൂടെ പല ന്യൂ ഫോംസ് ഓഫ് എക്സ്പ്ലോയിറ്റേഷനും ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, പല കണ്ടീഷൻസും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, പല സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സും നടക്കുന്നുണ്ട്. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ ഐഡിയാസും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതെല്ലാം ഈ ഒപ്രസീവ് പ്രാക്ടീസസിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനായിട്ട് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പോൾ സോഷ്യൽ റിഫോമേഴ്സും ഈ സ്ത്രീകളുടെ ഒരു പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോള് വഹിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ രാജാറാം മോഹൻ റോയ് ആണെങ്കിൽ അദ്ദേഹം സതിക്കെതിരെ ക്യാമ്പയിൻ ചെയ്യുകയും 1829 അതിൻ്റെ അബോളിഷൻ അത് നിർത്തപ്പെടുകയും ചെയ്തു. ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ വിഡോ റീമാരേജിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്തു. അങ്ങനെ വിഡോ റീമാരേജ് ആക്ട് ഓഫ് 1856 വന്നു. ജ്യോതിറാവ് ഫുലെ ആൻഡ് സാവിത്രിബായി ഫുലെ അവർ രണ്ടുപേരും വുമൺ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തു. ദേ ഓപ്പൺ ദ ഫസ്റ്റ് സ്കൂൾ ഫോർ ഗേൾസ് ഇൻ ഇന്ത്യ. സാവിത്രിബായി ഫുലെയുടെ പവർഫുൾ വേർഡ്സ് ആയിട്ടുള്ള അവേക്ക്, അറേസ് ആൻഡ് എഡ്യൂക്കേറ്റ്, സ്മാഷ് ട്രഡീഷൻസ്, ലിബറേറ്റ് എന്നുള്ളത് ഈ ജെൻഡർ ഇക്വാലിറ്റിക്ക് ഇൻസ്പയർ ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്സ് ആണ്. ഈ പീരീഡിൽ വുമൺ ദേ ഗെയിൻഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് ലൈഫ്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ആൻഡ് ഫ്രീഡം സ്ട്രഗിൾ, സരോജിനി നായിഡു, ആനി ബസന്ത് പോലെയുള്ള ആളുകളെല്ലാം തന്നെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്തിട്ടുള്ള സ്ത്രീകളാണ്. അങ്ങനെ സ്ത്രീകളുടെ കാപ്പബിലിറ്റി എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് റോളിനും അപ്പുറത്തേക്കാണെന്ന് കാണിക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ കൊളോണിയൽ പീരീഡിലും ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് അർബൻ സെൻറ്റേർഡ് റിഫോംസ് അവിടെ വന്നു. അത് പ്രധാനമായിട്ടും ബെനഫിറ്റ് ചെയ്തത് അപ്പർ കാസ്റ്റ് വുമണെയാണ്. അപ്പോൾ പലപ്പോഴും റൂറൽ ആൻഡ് മാർജിനലൈസ്ഡ് വുമൺ അവരെപ്പോഴും ഒപ്രഷൻ തന്നെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പലപ്പോഴും കൊളോണിയൽ പോളിസീസ് ട്രഡീഷണൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും പറയാം. അപ്പോൾ നമ്മൾ മറ്റ് എവിഡൻസുകൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രസ് ഈ ഒരു സമയത്ത് നടന്നിട്ടുണ്ട്. ഫീമെയിൽ ലിറ്ററസി ആദ്യം ഭയങ്കര ലോ ആയിരുന്നു ഇൻ ദ ഏർലി 20th century, അറൗണ്ട് 2-3% ആണെങ്കിലും അത് ഗ്രാജ്വലി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി എഡ്യൂക്കേഷണൽ റിഫോംസിലൂടെ. അത് ഒരു ഫൗണ്ടേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഫോർ ദ ഫ്യൂച്ചർ അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ വുമൻസ് റൈറ്റ്സ്. പിന്നെ ഈ 3 പീരീഡിലും ഒരു ക്ലിയർ പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കും. റിലേറ്റീവ് ഇക്വാലിറ്റി ആയിരുന്നു ഏൻഷ്യൻ ടൈംസ്, അല്ലെങ്കിൽ മിഡീവൽ ഇയറയിൽ ഇവിടെ ഒരു ഡിക്ലൈൻ ആൻഡ് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട്. ഫൈനലി ഒരു ഗ്രാജുവൽ റീഫോം ആൻഡ് അവേക്കനിങ് ഇൻ ദ കൊളോണിയൽ പീരീഡ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ പോലെ യു ക്യാൻ ടെൽ ദ കണ്ടീഷൻ ഓഫ് എ നേഷൻ ബൈ ലുക്കിംഗ് അറ്റ് ദ സ്റ്റാറ്റസ് ഓഫ് ഇറ്റ്സ് വുമൺ. അതായത് ഒരു രാജ്യം എങ്ങനെയാണ്, അതിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്, അവിടെയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് എന്നനുസരിച്ച് നമുക്ക് പറയാം എന്നുള്ളതാണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞ കാലഘട്ടത്തിൽ നിന്നും വീണ്ടും ഒരു മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. ഇൻ കൺക്ലൂഷൻ, ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ ഒരു കോംപ്ലക്സ് ഇൻ്റർപ്ലേ ഓഫ് ട്രഡീഷൻ, റീഫോം ആൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ഏൻഷ്യൻ സൊസൈറ്റി എങ്ങനെയായിരുന്നു, മിഡീവൽ പീരീഡ് എങ്ങനെയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ ജേർണിയിലൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എഡ്യൂക്കേഷൻ, ലീഗൽ റിഫോം ആൻഡ് സോഷ്യൽ അവയർനെസ് ഇൻ അച്ചീവിങ് ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ്. ഇത് ഇപ്പോഴും ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇപ്പോഴും ഇതിനു വേണ്ടി ഫൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. So 18th question, discuss how teachers can create a gender inclusive environment by addressing gender concerns. അതായത് ഇവിടെ ടീച്ചറിൻ്റെ റോളിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു ജെൻഡർ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് എങ്ങനെ ഒരു ടീച്ചർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ബൈ അഡ്രസ്സിങ് ദ ജെൻഡർ കൺസേൺസ് എന്നുള്ളതാണ്. അപ്പോൾ ക്രിയേറ്റിംഗ് ഒരു ജെൻഡർ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് സ്കൂൾസിൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം? വി ഹാവ് ടു പ്രൊമോട്ട് ഇക്വാലിറ്റി, ഡിഗ്നിറ്റി ആൻഡ് റെസ്പെക്റ്റ് അമംഗ് ഓൾ സ്റ്റുഡൻസ്. ഇപ്പോൾ സ്കൂൾസ് എന്ന് പറയുന്നത് അക്കാദമിക് ലേണിങ്ങിന് വേണ്ടി മാത്രമുള്ളൊരു സ്പേസ് അല്ല. അവിടെ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ടാണ് കുട്ടികൾ പലപ്പോഴും ആറ്റിറ്റ്യൂഡ്സ് അബൌട്ട് ജെൻഡർ റോൾസ് ആൻഡ് റിലേഷൻഷിപ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചർ they play a very crucial role in addressing gender concerns and shaping an inclusive mindset. അതെന്തിനെ ചാലഞ്ച് ചെയ്യുന്നു? ഡിസ്ക്രിമിനേഷൻ ആൻഡ് സ്റ്റീരിയോടൈപ്സ്. അപ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രാറ്റജി
ഒരു ജെൻഡർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പെഡഗോജി അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടീച്ചേഴ്സ് എപ്പോഴും ഇൻക്ലൂസീവ് ആയിരിക്കണം, നോൺ ഡിസ്ക്രിമിനേറ്ററി ലാംഗ്വേജ് ആയിരിക്കണം ഒരു ക്ലാസ് റൂമിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പല സ്റ്റേറ്റ്മെൻറ്റ്സും ഈ സ്റ്റീരിയോ ടൈപ്സിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നുണ്ട്. ബോയ്സ് ആർ നാച്ചുറലി ബെറ്റർ അറ്റ് സയൻസ്, അല്ലെങ്കിൽ ഗേൾസ് ആർ മോർ സ്യൂട്ടഡ് ഫോർ കെയറിങ് റോൾസ്. ഇതെല്ലാം എസെൻഷ്യലാണ് എന്നുള്ള രീതിയിലുള്ള പല സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് പകരം ടീച്ചേഴ്സ് എന്തിനെ എൻകറേജ് ചെയ്യണം? ഈക്വൽ പാർട്ടിസിപ്പേഷനും പെർഫോമൻസ് എക്സ്പെക്റ്റേഷൻസും ഒക്കെ എൻകറേജ് ചെയ്യണം. ഇതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. ഇൻറ്റേർണലൈസ്ഡ് ആയിട്ടുള്ള ഈ ജെൻഡർ ലിമിറ്റേഷനെ ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്ക് റീസെൻ്റ്ലി അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അല്ലേ, ഒരു കുട്ടി ആത്മഹത്യ ചെയ്തത്, ജിതിൻ രാജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പഠിക്കുന്ന ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് ആൻഡ് നോൺ ഡിസ്ക്രിമിനേറ്റീവ് ലാംഗ്വേജ്. അപ്പോൾ അത് ജെൻഡർ ബേസ്ഡ് അല്ല, അത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മുടെ ലാംഗ്വേജ്, ടീച്ചേഴ്സിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് എപ്പോഴും ഇൻക്ലൂസീവ് ആയിരിക്കണം, നോൺ ഡിസ്ക്രിമിനേറ്ററി ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്. ഓക്കെ, അനദർ സിഗ്നിഫിക്കൻ്റ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഈക്വൽ ആയിട്ട് ഓപ്പർച്യൂണിറ്റീസും റെസ്പോൺസിബിലിറ്റീസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് കോൺഷ്യസ്ലി അവരെന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം. അതായത് ഇപ്പോൾ ജെൻഡർ ബേസ്ഡ്, ഇപ്പം നമ്മൾ ഇപ്പോൾ ശീലിച്ച് വന്നൊരു രീതി ഇങ്ങനെ ആയിരിക്കാം. ചിലപ്പോൾ ബോയ്സിന് ഫിസിക്കൽ ടാസ്കുകൾ കൊടുക്കുക, ഗേൾസിന് ക്ലീനിങ് ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക എന്നുള്ളതായിരിക്കും നമ്മൾ കണ്ടുവന്നതും ശീലിച്ചു വന്നതും. അപ്പോൾ അതിനെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കോൺഷ്യസ് ആയിട്ട് തന്നെ ഒരു എഫേർട്ട് ഇടേണ്ടതായിട്ട് വരും. അപ്പോൾ സ്റ്റുഡൻസിന് ഈക്വൽ ആക്സസ് ലീഡർഷിപ്പ് റോൾസിലേക്കും ക്ലാസ് റൂം റെസ്പോൺസിബിലിറ്റീസിലേക്കും സ്പോർട്സിലേക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒക്കെ കൊടുത്താൽ മാത്രമാണ് അവരുടെ എബിലിറ്റീസ് എന്ന് പറയുന്നത് ജെൻഡർ ഡിറ്റർമൈൻഡ് അല്ല, അവർക്ക് എന്തും ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു തോന്നൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതിലൂടെ മാത്രമാണ് നമുക്ക് ഫെയർനെസ് ആൻഡ് മ്യൂച്വൽ റെസ്പെക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഒരു സേഫ്, സപ്പോർട്ടീവ് ആൻഡ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഇതിനു വേണ്ടി ടീച്ചേഴ്സ് അപ്രോച്ച് എടുക്കേണ്ട മറ്റൊരു അപ്രോച്ചാണ് സീറോ ടോളറൻസ് അപ്രോച്ച് ടുവേർഡ്സ് ജെൻഡർ ബേസ്ഡ് ബുള്ളിയിങ്, ഹറാസ്മെൻറ്റ് ഓർ ഡിസ്ക്രിമിനേഷൻ. ഇതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിരോധാഭാസം തോന്നുന്നുണ്ട്. ടീച്ചേഴ്സ് മറ്റു കുട്ടികളാരെങ്കിലും ഇങ്ങനെ ജെൻഡർ ബേസ്ഡ് ബുള്ളിങ്ങോ ഹാരാസ്മെൻറ്റോ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷനോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ സീറോ ടോളറൻസ് അപ്രോച്ച് എടുക്കണമെന്നാണ് ഇവിടെ പറയുന്നത്, അതായത് അങ്ങനെ ചെയ്യുന്ന കുട്ടികളോട്. പക്ഷേ പല ടീച്ചേഴ്സും ഇത് ജെൻഡർ ബേസ്ഡ് ബുള്ളിങ്ങും ഹാരാസ്മെൻറ്റും ഡിസ്ക്രിമിനേഷനും ഒക്കെ കണ്ടിന്യൂ ചെയ്ത് അല്ലെങ്കിൽ അത് ശീലിച്ച് അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് പക്ഷെ നമ്മളെങ്കിലും അങ്ങനെ ആവാതിരിക്കട്ടെ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ എസ്റ്റാബ്ലിഷിങ് ക്ലിയർ ക്ലാസ് റൂം റൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് എൻകറേജ് ചെയ്യുക. ഇനി ഏതെങ്കിലും കംപ്ലയിൻസ് വരുന്നുണ്ടെങ്കിൽ അതിനോട് വളരെ പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് ചെയ്യുക. എല്ലാ സ്റ്റുഡൻസിനും ഫീൽ സെക്യൂർ ആൻഡ് വാല്യൂഡ്. എ സേഫ് എൻവയോൺമെൻറ്റ് ഈസ് പെർട്ടിക്കുലർലി ഇമ്പോർട്ടൻറ്റ്. ഇത് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സേഫ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അവരെന്ത് ഫീൽ ചെയ്യാം, മാർജിനലൈസ്ഡ് ആണ്, അവരുടെ ഒരു ജെൻഡർ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എക്സ്പ്രഷൻ കൊണ്ട് അവർ മാർജിനലൈസ്ഡ് ആണ് എന്നുള്ളത് ഫീൽ ചെയ്യാം. സോ ജെൻഡർ ഇൻക്ലൂസീവ് കരിക്കുലം മറ്റൊരു പവർഫുൾ ടൂളാണ്. അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക, അതിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ടീച്ചേഴ്സ് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം ടെക്സ്റ്റ് ബുക്സും ടീച്ചിങ് മെറ്റീരിയൽസും എല്ലാം വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് ബോത്ത് മെൻ ആൻഡ് വുമൺ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യേണ്ട വേറൊരു കാര്യം അച്ചീവ്മെൻറ്റ്സ് ഓഫ് വുമൺ ഇൻ സയൻസ്, പൊളിറ്റിക്സ്, ലിറ്ററേച്ചർ ആൻഡ് ലീഡർഷിപ്സ്. അത് ട്രഡീഷണൽ സ്റ്റീരിയോടിപ്സിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ കോൺട്രിബ്യൂഷൻ ഓഫ് വുമൺ ലീഡേഴ്സ് ആൻഡ് തിങ്കേഴ്സ്, അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ചും കൂടെ ജെൻഡർ റോൾസിനെ കുറച്ചും കൂടെ ബ്രോഡായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് അവൾക്ക് പറ്റും. നേരത്തെ പറയുന്നൊരു കാരണം മലാല യൂസഫെ പറഞ്ഞ വി കനോട്ട് ഓൾ സക്സീഡ്, ഹാഫ് ഓഫ് us ആർ ഹെൽഡ് ബാക്ക്. അത് തന്നെയാണ് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻക്ലൂഷൻ എന്നുള്ളത് കാണിക്കുന്നത്. ഇപ്പോൾ ടീച്ചേഴ്സ് എന്ത് എൻകറേജ് ചെയ്യണം? ക്രിട്ടിക്കൽ തിങ്കിങ്, ഓപ്പൺ ഡയലോഗ് ഓൺ ജെൻഡർ റിലേറ്റഡ് ഇഷ്യൂസ്, ക്ലാസ് റൂം ഡിസ്കഷൻസ് വേണം, ഡിബേറ്റ്സ് വേണം, ആക്ടിവിറ്റീസ് വേണം, ജെൻഡർ ഇക്വാലിറ്റി, റൈറ്റ്സ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ. ഇതെല്ലാം ഡീപ്പ് റൂട്ടഡ് ബിലീഫ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യും. ഈ പ്രോസസ്സ് പലപ്പോഴും ലേണേഴ്സിനെ എന്തിനു എനേബിൾ ചെയ്യും? അവയർനെസ് ആൻഡ് സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. അങ്ങനെ ഒരു ഇൻക്ലൂസീവ് സൊസൈറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനായി പറ്റും. പിന്നെ ഇമോഷണൽ സപ്പോർട്ടും കൗൺസിലിങ്ങും കൊടുക്കുക എന്നുള്ളതാണ്, അത് കീ റെസ്പോൺസിബിലിറ്റിയാണ്. ടീച്ചേഴ്സ് അപ്രോച്ചബിൾ ആയിരിക്കണം, അറ്റൻറ്റീവ് ആയിരിക്കണം. ഏതെങ്കിലും തരത്തിലുള്ള ജെൻഡർ റിലേറ്റഡ് ചലഞ്ചസ് സച്ച് ആസ് ഡിസ്ക്രിമിനേഷൻ, ഐഡൻറ്റിറ്റി ഇഷ്യൂസ് ഓർ സോഷ്യൽ പ്രഷർ ആരെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വേണം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്. പിന്നെ ഗൈഡൻസ് കൊടുക്കാം, സ്റ്റുഡൻസിന് ഏതെങ്കിലും പ്രൊഫഷണൽ കൗൺസിലേഴ്സിന് വേണമെങ്കിൽ റെഫർ ചെയ്യാം, അവരുടെ മെൻ്റൽ ഇമോഷണൽ വെൽബീങ് എൻഷുർ ചെയ്യാം.
പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് ടീച്ചേഴ്സിന് കൊടുക്കണം. ജെൻഡർ കൺസേൺസിനെ എഫക്റ്റീവായിട്ട് തന്നെ അവർക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. ടീച്ചേഴ്സ് നീഡ് ടു റിഫ്ലക്ട് ഓൺ ദെയർ ഓൺ ബയസസ് ആൻഡ് അപ്ഡേറ്റ് ദെയർ ടീച്ചിങ് പ്രാക്ടീസസ്. അതായത് നമുക്ക് എന്തൊക്കെ മുൻവിധികളുണ്ട് എന്നുള്ളതിനെക്കുറിച്ചും അവർ റിഫ്ലക്ട് ചെയ്യണം. ടീച്ചിങ് പ്രാക്ടീസസിനെ അപ്ഡേറ്റ് ചെയ്യണം. ട്രെയിനിങ് പ്രോഗ്രാംസ് ഓൺ ജെൻഡർ സെൻസിറ്റിവിറ്റി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് റൈറ്റ്സ് ഒക്കെ ടീച്ചേഴ്സിനെ കുറച്ചും കൂടെ ഇതുമായി ബന്ധപ്പെട്ട സ്കിൽസ് കൊടുക്കും. ഇനി പാരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ആയിട്ടും കൊളാബറേഷൻ വേണം. അതും ജെൻഡർ ഇൻക്ലൂസീവ് പ്രാക്ടീസിനെ സ്ട്രെങ്തൻ ചെയ്യും. ടീച്ചേഴ്സിന് അവയർനെസ് പ്രോഗ്രാംസ്, വർക്ക്ഷോപ്സ് ആൻഡ് മീറ്റിംഗ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. ട്രഡീഷണൽ സ്റ്റീരിയോടൈപ്സിനെ ചലഞ്ച് ചെയ്യാൻ പറ്റും. ഫാമിലീസിനെ എൻകറേജ് ചെയ്യാൻ പറ്റും. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഈ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ഒരു കൺസേണിനെ ബിയോണ്ട് ദി ക്ലാസ് റൂം എത്തിക്കും. പിന്നെ ടീച്ചേഴ്സിനെ കോകരിക്കുലർ ആൻഡ് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് ജെൻഡർ ഇൻക്ലൂഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. റോൾ പ്ലേസ്, ഗ്രൂപ്പ് പ്രൊജക്ട്സ്, സ്റ്റോറി ടെല്ലിംഗ്, ഡിബേറ്റ്സ്, ഇതെല്ലാം ഈ സ്റ്റീരിയോടൈപ്സിനെ ചലഞ്ച് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് റോൾസ് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സ്റ്റുഡൻസിനെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ ഇൻ്റർനാഷണൽ വുമൻസ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാം. ക്യാമ്പയിൻസ് ഓർഗനൈസ് ചെയ്യാം ഓൺ ജെൻഡർ ഇക്വാലിറ്റി വിത്തിൻ സ്കൂൾസ്. അതുപോലെ തന്നെ ഡിജിറ്റൽ ആൻഡ് മീഡിയ ലിറ്ററസിയും വളരെയധികം ഇതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യാം. എങ്ങനെയാണ് മീഡിയ ജെൻഡറിനെ പോർട്രേ ചെയ്യുന്നത്, എന്തൊക്കെ സ്റ്റീരിയോടൈപ്സ് ആൻഡ് ബയസസ് നമുക്ക് ഓൺലൈൻ കണ്ടന്റുകളിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഈ ഒരു അവയർനെസ് കുട്ടികളെ ഈ നെഗറ്റീവ് ഇൻഫ്ലുവൻസസിനെ റെസിസ്റ്റ് ചെയ്യാനും കുറച്ചും കൂടി ഇൻക്ലൂസീവ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്ഫുൾ ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് മസ്റ്റ് മോഡൽ വാല്യൂസ് ഓഫ് റെസ്പെക്റ്റ്, എമ്പതി ആൻഡ് ഇക്വാലിറ്റി ഒക്കെ അവരുടെ ഒരു എവറിഡേ ബിഹേവിയറിൽ വരണം. സ്റ്റുഡൻസ് പലപ്പോഴും ലേൺ ചെയ്യുന്നത് ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നു, എന്ത് പറയുന്നു എന്നുള്ള അനുസരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനെയും വളരെ ഫെയർ ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക, അവരുടെ ഡൈവേഴ്സിറ്റി അപ്രീഷിയേറ്റ് ചെയ്യുക. ടീച്ചർ തന്നെ ഒരു പവർഫുൾ എക്സാമ്പിൾ ആയിരിക്കണം. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ടീച്ചറിന് ഒരു ജെൻഡർ ഇൻക്ലൂസീവ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ്, ഈക്വൽ പാർട്ടിസിപ്പേഷൻ എൻഷുർ ചെയ്യുക, സേഫ്റ്റി പ്രൊമോട്ട് ചെയ്യുക, ഇൻറ്റഗ്രേറ്റിംഗ് ബാലൻസ്ഡ് കരിക്കുലം, എൻകറേജിങ് ഡയലോഗ് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു സംവാദം, ആൻഡ് എൻഗേജിങ് വിത്ത് ദ കമ്മ്യൂണിറ്റി. അങ്ങനെ ഈ ജെൻഡർ കൺസേൺസ് അഡ്രസ്സ് ചെയ്യുന്നതിലൂടെ ഡിസ്ക്രിമിനേഷനെ മാത്രമല്ല എലിമിനേറ്റ് ചെയ്യുന്നത്, അവിടെ സ്റ്റുഡൻസിനെ എംപവർ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ടു ബിക്കം റെസ്പോൺസിബിൾ, റെസ്പെക്ട്ഫുൾ ആൻഡ് ഇൻക്ലൂസീവ് സിറ്റിസൺസ് ദാറ്റ് വിൽ contribute more to a just and equitable society. അവിടെ നീതിപൂർവമായുള്ള ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വിത്ത് ദിസ് ഐ എൻഡ് ദിസ് വീഡിയോ. അപ്പോൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്നുള്ള ഈ ഒരു പേപ്പറിൻ്റെ 2025 ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഐ ഹോപ്പ് ദാറ്റ് എവരി വൺ ഗോട്ട് ദെയർ പോയിൻറ്റ്സ്. താങ്ക് യു.